ഹായ്. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ കർഷക ദിനാശംസകൾ. അപ്പം ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് മുളച്ച് ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പാകി നോക്കാം. ബാ. അപ്പോഴേ കുറച്ച് മുളച്ച ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങ് മുമ്പ് നട്ടിട്ടൊന്നും ശരിയായിട്ടില്ല, പക്ഷേ ഇതൊരുവിധം നല്ല മുളച്ചിരിക്കുക. അപ്പം ഇതൊന്നും എങ്ങനെ നടുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. മുമ്പ് നട്ടതൊന്നും വലുതായിട്ടൊന്നും കിളിച്ചിട്ടില്ല, വിളവൊന്നും കിട്ടിയിട്ടില്ല. ഇത്തവണ ശരി നല്ലപോലെ. അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലേ, മേടിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, അപ്പോൾ അത് കുറേ നാൾ എടുക്കാതെ കിടക്കുമ്പോൾ ഇതുപോലെ മുളച്ച് വരും. അപ്പോൾ അത് നമുക്ക് നടാൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ 3 പാത്രങ്ങളാണ് നടാമെന്ന് വിചാരിക്കുന്നത്. ഇതിലിപ്പോൾ മണ്ണും വളമൊക്കെ നിറച്ച് വെച്ചിരിക്കുക. പിന്നെ ഇതാ നമ്മുടെ ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സ്, മീനൊക്കെ ഇവിടെ വളർത്തിയതാണ്. അതിന് ചെറിയ ചോർച്ചയുണ്ട്, അപ്പോൾ അതിനകത്തോട്ടും നടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിൽ നിറയ്ക്കാനുള്ള മണ്ണ് ഇവിടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം. ഇത് നേരത്തെ ചാണകപ്പൊടി ചകിരിച്ചോറൊക്കെ ഇട്ട് വെച്ച മണ്ണാണ്. ഇത് പോരാ, അവിടെ കുറച്ചുകൂടെ കിടപ്പുണ്ട്. അപ്പം അതും കൂടെ ആകുമ്പോൾ ഓക്കെ. ഞാൻ എങ്ങനെ നിറക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചാണകപ്പൊടി, നമ്മളെ ഇവിടുത്തെ പശുവിൻ്റെ തന്നെ ചാണകപ്പൊടിയാണ്. നേരത്തെ ഉണങ്ങിയ ചാണകം, ഇപ്പോൾ പശുവൊന്നുമില്ല. അപ്പം അതിനൊക്കെ കൊടുത്തു. അപ്പം ഇത്രയും ചാണകം വേണം. ഇത്രയൊന്നും ഇത്രയും എടുക്കാം. പിന്നെ അതിനകത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് എല്ലാം കൂടെ വരുന്നൊരു മിക്സാണ്. ഇത് നമ്മുടെ കടയിൽ മേടിക്കാൻ കിട്ടും. സൂപ്പർ മിൽസ് എന്ന് പറഞ്ഞാൽ മതി. കിലോ 30-35 രൂപയ്ക്കകത്തേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കുക. അതിപ്പം ഇത്രയൊരു തെർമോക്കോളിന് ഒരു 5 പിടി, 5-10 പിടി, ഒരുപാട് കൂടി കൊടുക്കണ്ട. പിന്നെ നമ്മൾ വളരുന്നതനുസരിച്ച് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എത്ര മണ്ണാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മണ്ണെടുത്തിട്ട് ചാണകപ്പൊടിയും ഈ എല്ലുപൊടിയും ഈ സൂപ്പർ മിൽസ് മിക്സ് ഉണ്ടല്ലേ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നിറച്ചാൽ മതി. ഇത് ഏത് പച്ചക്കറിക്കും നടാനും ഇത് തന്നെ അവിടെ അടിപൊളിയായിട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്തു. അപ്പം മണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴുക്കാം. ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളം ഇട്ട് അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല കുതിരും. കാരണം ഒരുവിധം കുതിർന്ന മണ്ണാണ്. അതുകൊണ്ട് ഇന്നലത്തെ മണ്ണ് പോലെ വലിയ പ്രശ്നമില്ല, ഒരുവിധം കുതിർന്ന മണ്ണാണ്. ഇനി ഈ വെള്ളം ഒന്ന് ഇറങ്ങണം. ഇതൊരുവിധം നല്ല ഉണങ്ങാത്ത ഒരു ഇതാണ്ട് മുളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മുളയ്ക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിക്കാം. നമ്മളൊക്കെ ചേന നടുന്ന മാതിരി എന്നാണ് കേട്ടത്. അതുപോലെ നമുക്ക് ഓരോന്നും മുറിച്ച് വെക്കാം. ഇതും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം, കാരണം ഈ 3 സൈഡിൽ മുളയുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്യാം. 3 സൈഡുണ്ട്. 3 സൈഡുണ്ട്. ഇത് ചുറ്റുമുണ്ടില്ലേ, വെച്ച് നോക്കാം. ഒരുവിധം വാടിപ്പോയി. അത് നമുക്കത് ഇങ്ങനെ തന്നെ അങ്ങ് വെക്കാം. ഇതും വാടിപ്പോയി. ഇല്ല, മുളയുണ്ട്. 9 കഷ്ണമുണ്ട്. ഇത് നമുക്കൊന്ന് നട്ട് നോക്കാം. നമ്മുടെ മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ നടാൻ പോയാണേ. ആദ്യമായിട്ടാണ് ഉരുളക്കിഴങ്ങ്. നമ്മളൊരു ചെറിയ കുഴിയെടുത്ത് അതിനകത്തോട്ട് കുറച്ചൊന്ന് മൂടിയാൽ മതി. ഈ മുള ഇങ്ങനെ വെളിയിലോട്ടിരിക്കണം. ഇതിലൊരു 3 എണ്ണം നടാം. ഇതിലാണെങ്കിൽ നിറച്ച് മുളച്ചിരിക്കുക. പിന്നെ ഇതിൽ നട്ടു കൊടുക്കാം. വേണ്ട, മുള മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ നട്ട് വളർത്താം. ആദ്യം വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ സിമൻറ്റ് ചാക്കിലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് മണ്ണ് കൊള്ളും. അപ്പോൾ അതിലൊക്കെ ഒന്ന് നട്ട് നോക്കാം. ഒരുപാട് കായൊക്കെ പിടിക്കും. ഒരെണ്ണവും കൂടെ നട്ടു കൊടുക്കാം. ഓക്കെ.
ഈ ബക്കറ്റിലും കൂടെ നട്ടു കൊടുക്കാം. ഇതിലിപ്പം 2 എണ്ണം നട്ടാൽ മതി. ഓക്കെ, ഇനി ഇത് 3 എണ്ണം ബാക്കിയുണ്ട്, അത് നമുക്ക് ഇതിൽ നട്ടു കൊടുക്കാം. 3 എണ്ണമൊക്കെ കൊള്ളും. കാരണം 3 എണ്ണം നട്ടാലേ എത്ര എണ്ണം മുളയ്ക്കുമെന്ന് അറിയൊക്കത്തില്ലല്ലോ. ഇനി നമുക്ക് ഇതിലൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. ഇന്നിപ്പോൾ വെള്ളം നനച്ചിട്ട് നാളെ നനയ്ക്കണമെന്നില്ല, കാരണം ഒരുപാട് വെള്ളം നനച്ചാൽ ഇത് അഴുകിപ്പോവും. കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇത് മതി. മറ്റേ ബക്കറ്റിൽ മുള കാണുന്നില്ല. ഉണ്ട് 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 ഉണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം നട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നടിയിൽ രീതിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് പരീക്ഷിച്ചാൽ മതി, കാരണം ഇതൊക്കെ മുളയ്ക്കുമെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ.